അടങ്ങാത്ത കാട്ടാനക്കലി. സംസ്ഥാനത്ത് കാട്ടാന ആക്രമണത്തിൽ ഇന്നും ഒരു മരണം. വയനാട് അട്ടമലയിലുണ്ടായ ആക്രമണത്തിൽ യുവാവ് മരിച്ചു. അട്ടമല സ്വദേശി ബാലനാണ് കൊല്ലപ്പെട്ടത്. ഇന്ന് രാവിലെയാണ് ആക്രമണം നടന്നത്. വിവരങ്ങളുമായി അർജുൻ PS ചേരുന്നു. അർജുൻ, വലിയ പ്രതിഷേധം നാടെങ്ങും അലയടിക്കുന്നതിനിടെയാണ് വീണ്ടും കാട്ടാന ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ഒരു പക്ഷേ ഇന്ന് ഉന്നതതല യോഗമൊക്കെ ചേരാനിരിക്കുകയാണ് ഈ വന്യജീവി ആക്രമണങ്ങൾ സംബന്ധിച്ച്. പക്ഷേ ചേർത്തു വയ്ക്കാൻ മരണങ്ങളേറെ വീണ്ടും വീണ്ടും. എന്താണ് വിവരങ്ങൾ? അർജുൻ, കേൾക്കാൻ കഴിയുന്നുണ്ട് എങ്കിൽ എന്താണ് അവിടുത്തെ അവസ്ഥ? ഇപ്പോൾ ഈ കാട്ടാനയുടെ ആക്രമണം തുടർക്കഥയാകുന്നത്, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉണ്ടാകുന്നത്, അടിക്കടി ഉണ്ടാകുന്നത്, ഇത് ചർച്ച ചെയ്യാൻ ഇന്ന് ഉന്നതതല യോഗം ചേരാനിരിക്കെ കൂടിയാണ് വീണ്ടും ഒരു മരണം കൂടി സംഭവിച്ചിരിക്കുന്നത്. തീർച്ചയായും വീണ, അടിക്കടി ഉണ്ടാകുന്ന വന്യമൃഗ ആക്രമണം അല്ലെങ്കിൽ വന്യമൃഗ ശല്യം വലിയ രീതിയിലാണ് ഈ വയനാടൻ ജനതയെ അഫക്ട് ചെയ്തിട്ടുള്ളത്. വലിയ രീതിയിലുള്ള ഒരു പ്രതിരോധത്തിലാണ് ഇപ്പോൾ വയനാടൻ ജനത ആയിട്ടുള്ളത്. ഇപ്പോൾ മൃതദേഹം ആംബുലൻസിലേക്ക് കയറ്റിയിട്ടുണ്ട്. പക്ഷേ ADMO അല്ലെങ്കിൽ തഹസിൽദാരോ വരാതെ യാതൊരു കാരണവശാലും മൃതദേഹം വിട്ടു നൽകില്ല എന്നുള്ള ഉറപ്പ് നൽകില്ല എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. അത്തരത്തിൽ ഈ മൃതദേഹം ഇവിടെ തന്നെ നിൽക്കും, ഈ വാഹനത്തിൽ കയറ്റി ഇവിടെ തന്നെ നിൽക്കും എന്നുള്ളതാണ് പ്രദേശവാസികൾ പറയുന്നത്. യാതൊരു കാരണവശാലും ഈ മൃതദേഹം മറ്റൊരു സ്ഥലത്തേക്ക് വിട്ടു നൽകാൻ തയ്യാറല്ല എന്നുള്ളതാണ് പ്രദേശവാസികൾ പറയുന്നത്. അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധമാണ് ഇവിടെ അലയടിക്കുന്നത്. സ്വാഭാവികമാണ്, ഇത്തരത്തിലുള്ള പ്രതിഷേധം ഉണ്ടാകും. ഈ പ്രതിഷേധം ഉണ്ടാവുക സ്വാഭാവികമാണ്. അതായത് ഇത്തരത്തിൽ കഴിഞ്ഞ ദിവസമാണ് മാനു എന്ന് പറയുന്ന ഒരു വ്യക്തി ഇത്തരത്തിൽ ആനയുടെ ആക്രമണത്തിൽ മരണപ്പെട്ടത്. അതിന് പിന്നീടാണ് ഇന്നും ഒരു ആക്രമണം ഉണ്ടാകുന്നത്. ബാലൻ എന്ന് വിളിക്കുന്ന ബാലകൃഷ്ണൻ മരണപ്പെട്ടിരിക്കുന്നു. 27 വയസ്സ് മാത്രമുള്ള ഒരു ചെറുപ്പക്കാരനാണ് ഈ പ്രദേശത്ത് മരണപ്പെട്ടിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്നും പാടിയിലേക്ക് വരുന്ന വഴിയാണ്, അതായത് ഊരിൽ നിന്നും പാടിയിലേക്ക് വരുന്ന വഴിക്കാണ് ഇത്തരത്തിൽ ആന ആക്രമിച്ചത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തേയിലത്തോട്ടമാണ്, തൊട്ടപ്പുറത്ത് കാടാണ്. ആ കാടിന് തൊട്ടടുത്താണ് ഈ തേയിലത്തോട്ടമുള്ളത്. സ്വാഭാവികമായും ഇതിനു മുൻപും ഈ പ്രദേശത്ത് ഈ ആന ഇറങ്ങുന്നത് സ്വാഭാവികമാണ്. ആ ഒരു സമയത്താണ് ഇത്തരത്തിൽ ഈ ഒരു തേയില നുള്ളുന്ന ആളുകളടക്കം ഈ പ്രദേശത്തേക്ക് എത്തുക. ആ ഒരു സാഹചര്യത്തിലാണ് ഇന്നലെ ഈ ഇത്തരത്തിൽ പാടിയിലേക്ക് പോകുന്നതിനിടയിൽ ബാലനെ ഈ കാട്ടാന ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്, ആക്രമിച്ച് കൊല്ലുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധമാണ് ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ ബോഡി ഇവിടെ നിന്നും മാറ്റാനാകുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് വനംവകുപ്പുള്ളത്. എന്നാൽ നാട്ടുകാർ പറയുന്നത് ADM എങ്കിലും ഇവിടെ എത്താതെ യാതൊരു കാരണവശാലും ഇവിടെ നിന്നും ബോഡി മാറ്റാൻ കഴിയില്ല എന്നുള്ളതാണ്. കളക്ടർ വരണമെന്ന് ആവശ്യപ്പെട്ടു, ഇതുവരെയും വന്നില്ല. തഹസിൽദാർ വരണമെന്ന് ആവശ്യപ്പെട്ടു, വന്നില്ല. ADM വരണമെന്ന് ആവശ്യപ്പെട്ടു, വന്നില്ല. ഇത്രയും നേരമായിട്ടും ഇവർക്കൊന്നും എത്തുവാൻ കഴിഞ്ഞില്ല എന്നുള്ള ഒരു ചോദ്യമാണ് നാട്ടുകാർക്കുള്ളത്. ഇവിടെ നിന്നും കൽപ്പറ്റയ്ക്ക് 10-12 കിലോമീറ്റർ മാത്രമാണുള്ളത്. അവിടെ നിന്നും ഇത്തരത്തിൽ ADM-നോ അല്ലെങ്കിൽ തഹസിൽദാരനോ ഇവിടെ എത്തിച്ചേരുവാൻ എന്തുകൊണ്ട് കഴിയുന്നില്ല എന്നുള്ള ഒരു ചോദ്യമാണുള്ളത്. ആ ഒരു ചോദ്യം ന്യായമാണ്, നാട്ടുകാർ ചോദിക്കുന്ന ചോദ്യമാണ്. എന്തുകൊണ്ട് ADM-ന് ഇവിടെ എത്താൻ കഴിഞ്ഞില്ല, തങ്ങളുടെ ജീവന് വിലയില്ലേ എന്നുള്ളതാണ് ചോദിക്കുന്നത്. വനവാസി യുവാവാണ് ഇവിടെ മരണപ്പെട്ടിരിക്കുന്നത്. സ്വാഭാവികമായും അത്തരത്തിൽ അവരുടെ ഒരു ദുഃഖം ഏത് തരത്തിലായിരിക്കും എന്നുള്ളത് നമുക്ക് ഊഹിക്കാൻ കഴിയുന്നതല്ല. അവരുടെ റിലേറ്റീവ്സ് അല്ലെങ്കിൽ ബന്ധുക്കളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. അവരൊക്കെ തന്നെ ഈ മൃതദേഹത്തിന്റെ അടുത്ത് തന്നെയുണ്ട്. യാതൊരു കാരണവശാലും ഇത്തരത്തിൽ മൃതദേഹം വിട്ടുകൊടുക്കാൻ കഴിയില്ല, ആശുപത്രിയിലേക്കോ മറ്റൊരു സ്ഥലത്തേക്കോ മാറ്റുവാൻ കഴിയില്ല എന്നുള്ള ഒരു ദൃഢപ്രതിജ്ഞ തന്നെയാണ് നാട്ടുകാർ എടുത്തിരിക്കുന്നത്. മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ, BJP, കോൺഗ്രസ് അടങ്ങിയ രാഷ്ട്രീയ പാർട്ടികൾ അടക്കം ഇവിടെ എത്തി പ്രതിഷേധത്തിന് ഒപ്പം കൂടിയിട്ടുണ്ട്. BJP പ്രവർത്തകരടക്കം ഇവിടെ എത്തി ഈ പ്രതിഷേധത്തിൽ പങ്കെടുക്കുന്നുണ്ട്. യാതൊരു കാരണവശാലും മൃതദേഹം വിട്ടു കേൾക്കാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ് ഇവർ പറയുന്നത്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ വന്യജീവി ആക്രമണം അടിക്കടി വയനാട്ടിൽ ഉണ്ടാകുന്നു. യാതൊരു വിധത്തിലുള്ള പരിഹാരവും ഇതിനുണ്ടാകുന്നില്ല എന്നുള്ളതാണ് പ്രധാന വാസ്തവം എന്ന് പറയുന്നത്. കൃത്യമായി തന്നെ ഫെൻസിംഗ് രീതികൾ അവലംബിക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ കിടങ്ങുകൾ രൂപീകരിക്കേണ്ടതുണ്ട്. അത്തരത്തിൽ ആനയെ ഈ കാട്ടിൽ നിന്നും നാട്ടിലേക്ക് ഇറങ്ങാതെ ഒരുക്കാനുള്ള സാഹചര്യം എങ്ങനെയാണ് ഒരുക്കാൻ കഴിയുക, ആ രീതിയിലൊക്കെ നോക്കണം എന്നുള്ള ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടുപോകണം എന്നുള്ളതാണ് പ്രധാനമായും വയനാട്ടുകാരുടെ ആവശ്യം. അല്ലെങ്കിൽ ഈ പ്രദേശത്തുള്ളവരടക്കം പറയുന്നത് തൊട്ടപ്പുറത്ത് തന്നെ ഒരു ദുരന്തം നടന്ന സ്ഥലമാണ്. ചൂരമല എന്ന് പറയുന്ന പ്രദേശത്ത് വലിയ ഒരു ദുരന്തം നടന്നു കഴിഞ്ഞതേ ഉള്ളൂ. അത് കഴിഞ്ഞതിൽ പിന്നെയാണ് ഇത്തരത്തിൽ അട്ടമലയിലും ഇത്തരത്തിലുള്ള ഒരു അപകടം ഉണ്ടാകുന്നത്. ഈ പ്രദേശത്തടക്കം ഇത്തരത്തിൽ ഉരുൾപൊട്ടൽ ഭീഷണി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇവിടെ നിന്ന് ആളുകളെ മാറ്റിപ്പാർപ്പിക്കണമെന്ന് നേരത്തെ തന്നെ പറഞ്ഞതാണ്. പക്ഷേ ഈ പ്രദേശത്ത് നിന്നും ആളുകളെ മാറ്റിപ്പാർപ്പിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായി. അതുകൊണ്ട് തന്നെയാണ് ഇവർ ഇവിടെ താമസിക്കുന്നതും ഈ ആന ഇറങ്ങാൻ സാധ്യതയുള്ള ഈ പ്രദേശത്ത് താമസിക്കുന്നതും എന്നുള്ളതാണ് നാട്ടുകാരടക്കമുള്ളവർ നമ്മളോട്
പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ആ രീതിയിൽ കൂടി ഈ കാര്യത്തെ മുന്നോട്ട് കാണേണ്ടതുണ്ട്. കൃത്യമായി തന്നെ ഇവരെ മാറ്റിപ്പാർപ്പിക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ നോക്കേണ്ടതുണ്ട്. ഉൾക്കാട്ടിൽ താമസിക്കുന്നവരടക്കം ഈ പ്രദേശത്തുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വനവാസി വിഭാഗമാണ്, അവർക്ക് അവരുടേതായ വിഭവങ്ങൾ ഇവിടെ നിന്നാണ് ലഭിക്കുക, ഈ പ്രദേശത്താണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ അവരുടെ ജീവിതമാർഗം സുരക്ഷിതമാക്കിക്കൊണ്ട് തന്നെ ഇവരെ മാറ്റിപ്പാർപ്പിക്കേണ്ട ഉത്തരവാദിത്തം ഗവൺമെന്റിനാണുള്ളത്. ഗവൺമെന്റ് കൃത്യമായി തന്നെ ആ ഉത്തരവാദിത്തം ചെയ്യേണ്ടതാണെന്നും ഉള്ളതാണ് നാട്ടുകാർ പ്രധാനമായും പറയുന്നത്. മാത്രമല്ല ഇത്തരത്തിൽ ആന ഇറങ്ങുകയും അതുപോലെ തന്നെ ആന, കടുവ എന്നിവ ഇങ്ങോട്ട് ഇറങ്ങാതിരിക്കാൻ, വയനാട്ടിലെ ജനവാസ മേഖലകളിലേക്ക് ഇറങ്ങാതിരിക്കാനുള്ള ഒരു സാഹചര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തഹസിൽദാറാണ് അല്പസമയത്തിനകം ഇവിടെ എത്തുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് അല്പസമയത്തിനകം തന്നെ തഹസിൽദാർ എത്തിച്ചേരുമെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. തഹസിൽദാർ എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം ഇവരോട് സംസാരിക്കും. നമുക്ക് അല്പസമയത്തിനകം കൂടുതൽ വിവരങ്ങൾ അറിയാം.